ഇനി വലിയ ആശങ്കയിൽ തന്നെയാണ് തൃശ്ശൂരിലെ ജനങ്ങളും ഉത്സവ കമ്മിറ്റികളും അതുപോലെ തന്നെ പാറമേക്കാവ് ദേവസ്വം ബോർഡ് അധികൃതരും. എന്നാലും പൂരം നടത്തിപ്പിലെ നിയന്ത്രണങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിയ ഉത്സവാഘോഷ കമ്മിറ്റികളും പൂരപ്രേമികളും സംസ്ഥാന സർക്കാർ ഇടപെട്ട് നിയമനിർമ്മാണം നടത്തണമെന്നാണ് ആവശ്യം. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ ഉത്സവാഘോഷ കമ്മിറ്റികളുടെ യോഗം ഇന്ന് തൃശ്ശൂരിൽ ചേരും. ആനന്ദ് പുതൂരുണ്ട്. ആനന്ദ്, നമസ്തേ. എന്തായാലും വലിയ ആശങ്കയിൽ തന്നെയാണ്. വരുന്ന തൃശ്ശൂർ പൂരം പ്രതിസന്ധിയിലാകുമോ എന്നുള്ളൊരു പേടി ദേവസ്വങ്ങൾക്കും അതുപോലെ തന്നെ പൂരപ്രേമികൾക്കും ഉത്സവാഘോഷ കമ്മിറ്റികൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട്. ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നൊരു ഇടപെടൽ അനിവാര്യമായിട്ട് എത്രയും പെട്ടെന്ന് വേണമെന്നുള്ളൊരു ആവശ്യം കൂടെയല്ലേ ഇവർക്കുള്ളത്? തീർച്ചയായിട്ടും അതെ. അതായത് തൃശ്ശൂർ പൂരം മാത്രമല്ല, ഇപ്പോഴത്തെ ഈ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും വെച്ചുകൊണ്ട് ഒരു പൂരങ്ങളും നടത്താൻ സാധിക്കില്ല, ആഘോഷങ്ങളായി നടത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് എല്ലാ ക്ഷേത്ര കമ്മിറ്റിക്കാരും ദേവസ്വങ്ങളും നിലപാടെടുക്കുന്നത്. നമുക്കറിയാം, ഈ ആനയെഴുന്നേൽപ്പുമായിക്കൊണ്ട് ഈ ഹൈക്കോടതി ഈ നിർദ്ദേശങ്ങളെ കടുപ്പിച്ചതോടെ തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി രൂപപ്പെട്ടത് എന്നാണ് ക്ഷേത്ര കമ്മിറ്റികളടക്കമുള്ള ആളുകൾ പറയുന്നത്. ഈ 3 മീറ്റർ അകലം എന്നതിൻ്റെ അപ്പുറത്തേക്ക് തന്നെ ഈ ഒരു ആനകൾക്ക് കൊടുക്കേണ്ട വിശ്രമത്തിന് സമയം, അവരുടെ സഞ്ചാരത്തിന് സമയം, ഇതിലെല്ലാം ഒരു നിയന്ത്രണം കൊണ്ടുവന്നതോടുകൂടി തന്നെ കേരളത്തിൽ ഏതാണ്ട് 240ഓളം ആനകളാണ്, നാട്ടാനകളാണ് ഉള്ളത് എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള ഒരു കണക്ക്. പക്ഷേ ഈ ഒരു ആനകളെ വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു നിയന്ത്രണത്തിൽ എല്ലായിടത്തേക്കും പൂരം നടത്തിപ്പ് സാധ്യമല്ല എന്ന് തന്നെയാണ് പറയുന്നത്. തുടക്കം മുതൽ തന്നെ ഈ ഒരു പരാതി ദേവസ്വങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊരു പ്രതിഷേധത്തിന്റെ രൂപമായിട്ട് കടുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്കറിയാം, ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏതാണ്ട് 1300ഓളം ഉത്സവ കമ്മിറ്റികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ പൂരങ്ങളും എല്ലാ ഉത്സവങ്ങളും മറ്റ് വേലകളും എല്ലാം പ്രതിസന്ധിയിലാകും എന്ന് തന്നെയാണ് കമ്മിറ്റിക്കാർ എടുത്തെടുത്ത് പറയുന്നത്. അതിൻ്റെ പല സ്വരൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. ആദ്യഘട്ടത്തിലായി തന്നെയാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ സംയുക്തമായിക്കൊണ്ട് വടക്കുന്നാഥന്റെ നടയിൽ പ്രതീകാത്മക പൂരം നടത്തിയിരുന്നു. ഈ ആചാരങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതിനെതിരെ ഇന്നലെ രാവിലെ ഉത്രാളിക്കാവ് ക്ഷേത്രം, ഉത്രാളിക്കാവ് പൂരം എന്ന് പറയുന്നത് കേരളത്തിൽ വിശ്വപ്രസിദ്ധമായ പൂരമാണ്. അപ്പോൾ ഉത്രാളിക്കാവ് പൂര കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ ക്ഷേത്ര കമ്മിറ്റി ആളുകളെയും വിളിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ യോഗം ഉത്രാളിക്കാവ് ഭഗവതിയുടെ നടക്കിൽ ചേർന്നിരുന്നു. വൈകിട്ട് ആറാട്ടുപുഴ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1442 വർഷത്തോളം പഴക്കമുള്ള ഒരു പൂരമാണ്, ആചാരമാണ്. ഏറ്റവും അധികം ചടങ്ങുകളുള്ള പൂരമാണ് ആറാട്ടുപുഴ എന്ന് നമുക്ക് അറിയാം. അത് മാത്രമല്ല, ഒരുപക്ഷെ പൂരങ്ങളെല്ലാം ആരംഭിക്കുന്നത് പോലും ഈ ആറാട്ടുപുഴയിൽ നിന്നാണ്. അപ്പോൾ 1443ാമത് പൂരമാണ് അവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു നിയന്ത്രണങ്ങൾ വെച്ചുകൊണ്ട് ആറാട്ടുപുഴ പൂരവും നടത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അവിടുത്തെ ക്ഷേത്ര ഉപദേശക സമിതിയുടെ മുൻ അംഗങ്ങളും നിലവിലെ അംഗങ്ങളും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആറാട്ടുപുഴ ശാസ്താവിന്റെ നടയിൽ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാത്രിയോട് തന്നെ ഒരു പ്രതീകാത്മക പൂരം നടത്തിയിരുന്നു. പ്രശസ്ത മേള വിദ്വാൻ പെരുവനം കുട്ടമ്മാരുടെ നേതൃത്വത്തിലുള്ള ഒരു മേളത്തോട് കൂടി തന്നെയാണ് അത്തരത്തിലുള്ള പ്രതീകാത്മക പൂരം നടത്തിയത്. അപ്പോൾ എല്ലാ കമ്മിറ്റിക്കാരും പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൂരപ്രേമികളാവട്ടെ ഔദ്യോഗിക കമ്മിറ്റിക്കാരാവട്ടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, കോടതി ഇത്തരത്തിലൊരു നിയന്ത്രണങ്ങളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ സംസ്ഥാന സർക്കാർ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അതായത് അത് ഏത് ഘട്ടത്തിലായാലും, മേൽക്കോടതിയെ സമീപിക്കുന്ന കാര്യത്തിലായാലും സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് തന്നെയാണ് ഓരോ കമ്മിറ്റി അംഗങ്ങളും ഓരോ ഔദ്യോഗികമായിട്ടുള്ള പാനലും ആവശ്യപ്പെടുന്നത്. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നുവെന്ന് പൂരപ്രേമികൾക്കും വലിയൊരു വിമർശനമുണ്ട്. അപ്പോൾ സർക്കാർ തന്നെയാണ് ഇനി ഇടപെടേണ്ടത്. അത് മേൽക്കോടതിയിലേക്ക് പോകേണ്ടതായാലും ശരി, ഒരു നിയമനിർമ്മാണം നടത്തേണ്ടതായാലും ശരി, അതിനെല്ലാം മറികടന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം തന്നെയാണെന്നാണ് എല്ലാവരുടെയും പൊതുവായിട്ടുള്ള അഭിപ്രായം. പ്രത്യേകിച്ച് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്സവ കമ്മിറ്റികളുടെ എല്ലാ അഭിപ്രായം സംസ്ഥാന സർക്കാരിന്റെ ഒരു സജീവമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം. ഈ മൗനം തുടരുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ആചാരങ്ങളെ കാര്യമായി തന്നെ ബാധിക്കും എന്നാണ് ഓരോ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾക്കും പറയാനുള്ളത്. അത് എല്ലാവരും അത് ചെയ്യുന്നുണ്ട് ഓരോ പ്രതിഷേധത്തിന് ശേഷവും. എന്തായാലും ഇന്ന് വൈകിട്ട് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ സംയുക്തമായിട്ടുള്ള നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, അതായത് ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ആചാര സംരക്ഷണ യോഗം എന്നാണ് അതിന് പറയുന്നത്. വൈകുന്നേരം 5 മണിക്ക് തിരുവമ്പാടി കൗസ്തുഭ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആ മീറ്റിംഗ് നടക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രത്യേകിച്ച് എല്ലാ വിവിധ മതവിഭാഗങ്ങളടക്കമുള്ള ഉത്സവ ആഘോഷ കമ്മിറ്റികളെല്ലാം അതിലേക്ക് വിളിച്ചു ചേർത്തിട്ടുണ്ട്. വൈകുന്നേരം 5 മണിയോട് കൂടി തന്നെ ഇനി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു യോഗം എന്നാണ് പറഞ്ഞത്. ആചാര സംരക്ഷണമായി ഏതെല്ലാം മാർഗങ്ങൾ തേടാം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു യോഗമാണ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. എന്തായാലും വൈകുന്നേരം തൃശ്ശൂരിൽ നടക്കും. ആനന്ദ്, ഈ നിയമനിർമ്മാണം നടത്തണം എന്ന് പൂരപ്രേമികൾ ദേവസ്വങ്ങളൊക്കെയും പറയുന്നുണ്ട്. അതിനർത്ഥം അത്രമേൽ ആശങ്കയിലാണ് അവർ എന്നാണ്. ഒരു നിയമനിർമ്മാണത്തിലൂടെ മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകൂ എന്ന
ബോധ്യം അവർക്കുണ്ടെങ്കിൽ അത്രമേൽ ആശങ്കയിലാണ് അവർ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അതെ. കാരണം അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും ഇതിൽ നമ്മൾ കാണേണ്ടത് അതിന്റെ ആചാര സംരക്ഷണം തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആറാട്ടുപുഴ പൂരം എന്ന് പറയുന്നത് അത്രയധികം ആചാരങ്ങളുള്ള, അതായത് അത്രയധികം ചടങ്ങുകളുള്ള ഒരു പൂരമാണ്, ചടങ്ങുകൾ കൊണ്ട് പ്രസിദ്ധമായിട്ടുള്ള ഒരു പൂരമാണ്. അപ്പോൾ ഈ ഒരു നിയന്ത്രണങ്ങൾ വെച്ചുകൊണ്ട് ഈ ആറാട്ടുപുഴ പൂരം നടത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അവിടുത്തെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധികൃതർ പറയുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം നമുക്കറിയാം, ലോകപ്രസിദ്ധമായ തൃശ്ശൂർ പൂരം 15 ആനകളെ നിരത്തി തിരുവമ്പാടിയും പാറമേക്കാവും വടക്കുന്നാഥന്റെ മണ്ണിൽ നേർക്കുനേർ നിന്നുകൊണ്ടുള്ള വലിയ ചടങ്ങുകളുള്ള മറ്റൊരു പൂരം തന്നെയാണ്. അത് ചടങ്ങുകൾ കൊണ്ടും പ്രസക്തമായിട്ടുള്ള ഒരു പൂരമാണ് തൃശ്ശൂർ പൂരം. പക്ഷേ ഈ ഒരു നിയന്ത്രണങ്ങൾ വെച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ തൃശ്ശൂർ പൂരം നടത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അതിന്റെ ഏറ്റവും ഔദ്യോഗികമായിട്ടുള്ള അധികാരികളായിട്ടുള്ള പാറമേക്കാവും തിരുവമ്പാടിയും പറയുന്നത്. അപ്പോൾ ഈ ഒരു നിയന്ത്രണങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പൈതൃകത്തിന്റെ സംരക്ഷണം എത്രത്തോളം നടത്താൻ സാധിക്കുമെന്നുള്ള ഒരു ആശങ്ക പൊതുവെ പങ്കുവെക്കുന്നുണ്ട്. അത് അതിന്റെ ഒരു ഘട്ടം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവനോപാധിയാണ്. അതായത് ഒരു പൂരം നടക്കുമ്പോൾ നമുക്കറിയാം എത്രയോ 10,000-കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന ഒരു ഉത്സവം കൂടിയാണ് അത് എന്ന് പറയുന്നത്, ഒരു ആഘോഷം കൂടിയാണ്. അപ്പോൾ അത് മേളക്കാരാവട്ടെ, അതുമായി ബന്ധപ്പെട്ടുള്ള ആനപ്പാപ്പമാരാവട്ടെ, മേളക്കാരാവട്ടെ, അവിടെ ബലൂൺ വിൽക്കുന്ന സാധാരണക്കാരാവട്ടെ, എത്രയോ നിരവധി കച്ചവടങ്ങൾ നടക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് പൂരം എന്ന് പറയുന്നത്. അതായത് വളരെ സാധാരണക്കാരുടെ ഒരു ആശ്വാസമാണ്. അവർക്ക് സന്തോഷിക്കാനും അവർക്ക് വരുമാനം കണ്ടെത്താനും അവരുടെ ജീവിതോപാധി കൂടിയാണ്. 10,000-കണക്കിന് മേളക്കാരും അതുമായി ബന്ധപ്പെട്ടുള്ള വാദ്യക്കാരുമാണ് കേരളത്തിലുള്ളത്. അതുപോലെ തന്നെ ആനക്കാരാവട്ടെ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ബാധിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വരുമ്പോൾ അത് ചടങ്ങുകൾ മാത്രമാക്കി നടത്തേണ്ട അവസ്ഥ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആയിരക്കണക്കിന് ആളുകളുടെ, ഒരു പക്ഷേ ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് ആളുകളുടെ ജീവിതോപാധിയെ കൂടി അത് ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല ഇപ്പം ഇന്ന് ഗുരുവായൂരിൽ ചടങ്ങുകളിൽ ആനയുടെ എണ്ണം കുറച്ചു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച്. അപ്പോൾ പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ആചാരങ്ങളെ സംരക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് ആളുകളുടെ ജീവിതത്തിനെ കൂടി കാര്യമായിട്ട് ബാധിക്കും എന്ന് തന്നെയാണ് ഈ ദേവസ്വങ്ങളും ക്ഷേത്ര കമ്മിറ്റിക്കാരും എല്ലാം അഭിപ്രായപ്പെടുന്നത്. ശരി, പൂരം നടത്തിപ്പിലെ നിയന്ത്രണങ്ങളിൽ പൂരപ്രേമികൾക്കും ഉത്സവാഘോഷ കമ്മിറ്റികൾക്കും വലിയ ആശങ്കയാണ് നിലവിലുള്ളത്. സർക്കാർ ഇടപെട്ട് നിയമനിർമ്മാണം നടത്തണം, പഴയതുപോലെ പൂരം നടന്നു പോകണം. അതാണ് അവരുടെ ആഗ്രഹം, ആവശ്യം. ഇപ്പോൾ തൃശ്ശൂരിൽ മാത്രമല്ല പാലക്കാടും പല സ്ഥലങ്ങളിലും ഇന്ന് പ്രതിഷേധ സംഗമം നടത്തുവാൻ തന്നെയാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം. എങ്ങനെയും പൂരം പഴയതുപോലെ തന്നെ നല്ല രീതിയിൽ നടത്തുവാനുള്ള നിയമനിർമ്മാണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുള്ള ആവശ്യവും ശക്തമാവുകയാണ്.